ആകാശവാണി കോഴിക്കോട്. സാഹിത്യരംഗം. എന്റെ വാക്ക്, എന്റെ വായന. മനുഷ്യരാശിയുടെ ചാലകശക്തികളിലൊന്നാണ് വായന. വായന കേവലം നേരം പോക്കിനോ രസാനുഭൂതിക്കോ വേണ്ടിയല്ല, അറിവിനും വിനോദത്തിനും ആശയങ്ങൾ നിർമ്മിക്കാനുമുള്ള വഴിയായി കൂടിയാണ് നാം വായനയെ ഉപയോഗിക്കുന്നത്. വായിച്ചു വളരുക മാത്രമല്ല, അതിലൂടെ ലോകത്തെ മാറ്റുകയാണ് മനുഷ്യൻ ചെയ്യുന്നത്. നമ്മെ തങ്ങളുടെ സ്വന്തം വിശാലമായ ആശയാവിഷ്കരണ ലോകത്തേക്ക് ഒപ്പം കൊണ്ടുപോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാർ എന്തൊക്കെ വായിക്കുന്നു, എന്തിനു വായിക്കുന്നു, എങ്ങനെ വായിക്കുന്നു, എപ്പോഴൊക്കെ വായിക്കുന്നു എന്നറിയാനുള്ള കൗതുകവും ആകാംക്ഷയും നമുക്കുണ്ടാകും. കേൾക്കാം, അറിയാം നമ്മുടെ പ്രിയപ്പെട്ടവരെ. ഇന്ന് എന്റെ വാക്ക് എന്റെ വായനയിൽ ഇ സന്തോഷ് കുമാർ, അൻവർ അലി, എൻ ഇ സുധീർ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം പ്രമുഖ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ ഇ സന്തോഷ് കുമാർ. എൻ്റെ ജീവിതത്തിലെ വായന എന്ന് പറയുമ്പോൾ ഞാനൊരു 4ാം ക്ലാസ്സിലൊക്കെ തൊട്ട് വായനയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ്. അതിൻ്റെ കാരണം എൻ്റെ അച്ഛൻ കുറച്ച് എഴുതുന്ന ഒരാളായിരുന്നു. അച്ഛൻ്റെ നോവലിൻ്റെ ഒരു പ്രത്യേകത, അച്ഛൻ ഉപയോഗിച്ച കഥാപാത്രങ്ങളൊക്കെ ബന്ധുക്കളാണ്, അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പരിചിത പ്രദേശങ്ങളാണ്. അപ്പോൾ അത് വായിക്കാനുള്ളൊരു കൗതുകം കൊണ്ട് ഞങ്ങൾ അക്ഷരം കൂട്ടി വായിക്കുന്ന കാലത്ത് തൊട്ട് തന്നെ അത് വായിക്കാറുണ്ടായിരുന്നു. പിന്നീട് വായന കുറച്ചും കൂടി ഒരു സജീവമായിട്ട് ചേരുന്നത് വായനശാലയിലൊരു അംഗത്വം എടുക്കുന്ന സമയത്താണ്. 4ാം ക്ലാസ് കഴിഞ്ഞ് വെക്കേഷൻ സമയത്ത് തൊട്ടടുത്തുള്ളൊരു വായനശാലയിൽ പോയിട്ട് ഒരു അംഗത്വം എടുക്കുകയാണ്. അംഗത്വം എടുക്കാൻ പോകുമ്പോൾ ഉള്ളൊരു പ്രത്യേകത, ഡ്രാക്കുള എന്നൊരു നോവലിനെ പറ്റി കേട്ടിട്ടുണ്ട്. അത് വായിക്കണം, ഒരു ഭീതി നിറഞ്ഞ നോവലാണെങ്കിൽ അത് വായിക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ ആഗ്രഹം. അന്ന് ഡ്രാക്കുള വായിക്കാനുള്ള ഒരു മാനസിക നിലവാരമോ അതിൻ്റെ ഒരു ഒന്നും അറിയില്ല. ഈ കത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് നോവൽ എഴുതുക, അങ്ങനെയൊക്കെയുള്ള സാമ്പ്രദായികമായിട്ടുള്ള നോവൽ രചനയല്ല ശരിക്കും ഡ്രാക്കുള. എന്നാലും അത് വായിക്കാനായിട്ട് വായനശാലയിൽ പോയി. വായനശാലയുടെ അന്നത്തെ ലൈബ്രറിയൻ എന്ന് പറയുന്ന ഒരു ഭാസ്കരൻ അമ്മാവൻ എന്നാണ് ഞങ്ങൾ വിളിക്കുക. അദ്ദേഹത്തിന് ഈ ഡ്രാക്കുള പോലെയുള്ള പുസ്തകങ്ങളോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാലും അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ അടുത്ത തവണ പുസ്തകം എടുക്കുമ്പോൾ ഒരെണ്ണം എടുത്തു തരാം, കുട്ടികൾ ഇതല്ല വായിക്കേണ്ടത്. അദ്ദേഹം എനിക്ക് 2 പുസ്തകങ്ങൾ എടുത്തു തന്നു. ഒന്ന് രാജുവും ലീലയും ഡോക്ടറും, ഒന്ന് മുത്തശ്ശി പറയാത്ത കഥ. അത് എഴുതിയിട്ടുള്ള കെ തായാട്ടാണ്. ഇത് രണ്ടും ഏതാണ്ടൊരു യുക്തിവാദ സ്വഭാവമുള്ള പുസ്തകങ്ങളാണ്. കുട്ടികളിൽ യുക്തിബോധം ഉറപ്പിക്കുക എന്നുള്ളതാണ് ഭാസ്കരൻ അമ്മാവൻ്റെ ആഗ്രഹമായിരുന്നത്. അപ്പോൾ വായനശാലയുടെ ഒരു സാമീപ്യവും പരിചയവും ഉണ്ടായിരുന്നു. ഇതാണ് എന്നെ വായനയിലേക്ക് നയിച്ചത്. പിന്നെ അച്ഛൻ ഇടയ്ക്കൊക്കെ ഓരോ പുസ്തകങ്ങൾ വാങ്ങും, പിന്നെ വായനശാലകളിൽ പോയി പുസ്തകം എടുക്കും. പിന്നീട് ഭാസ്കരൻ അമ്മാവൻ ലൈബ്രറിയിൽ മാറി വേറൊരാൾ വന്നു. അദ്ദേഹത്തിന് ഒരു ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് കുറച്ചു കാലം മാറി നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ സ്ഥിരം അവിടെ വരുന്ന ആളായതുകൊണ്ട് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്നെ അവിടെ ഒരു പകരക്കാരൻ ലൈബ്രറിയനായിട്ട് വെക്കേണ്ടായി. ചെറിയൊരു വായനശാലയാണെങ്കിൽ ഒരു 2000 പുസ്തകമൊക്കെ അന്ന് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള പുസ്തകങ്ങളുടെയൊക്കെ പേരൊക്കെ മനസ്സിലാക്കാനും ഒക്കെയുള്ളൊരു സാഹചര്യം കിട്ടി. അന്ന് എളുപ്പത്തിൽ വായിക്കാൻ സാധ്യതയുള്ള നാടകങ്ങളായിരുന്നു. നാടകങ്ങളാണെങ്കിൽ സംഭാഷണങ്ങളിലൂടെ കഥ പറയാം. അപ്പോൾ തിക്കോടിയൻ, കെട്ടി മുഹമ്മദ്, ചെറുകാട്, ഇവരുടെയൊക്കെ നാടകങ്ങൾ തന്നെ എൻ്റെ ഓർമ്മയിൽ. ഞങ്ങളുടെ നാട്ടുകാരന് CL ജോസ് ഉണ്ട്. അപ്പോൾ വിവരണങ്ങളൊന്നും വേണ്ട, സംഭാഷണങ്ങൾ മാത്രം മതി. അപ്പോൾ എളുപ്പത്തിൽ അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അന്ന് കാലത്ത് കുറേ നാടകങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ പിൽക്കാലത്ത് വായിക്കാൻ ശ്രമിച്ചത് ബഷീറിൻ്റെ നോവലുകൾ. അതിനുള്ളൊരു ഗുണം എന്താ വെച്ചാൽ എല്ലാം ചെറിയ പുസ്തകങ്ങൾ, ഒരു 60 പേജ് 70 പേജ് നല്ല തമാശയൊക്കെയുള്ള പുസ്തകങ്ങളായിരുന്നു. എല്ലാവർക്കും വലിയ സന്തോഷമുള്ള, അത് വായിക്കുകയും കുട്ടികളൊക്കെ വളരെ സന്തോഷിച്ചിരുന്ന കാര്യം ഓർമ്മയുണ്ട്. ആനവാരിയും പൊൻകുരിശും ഒക്കെ വായിക്കുമ്പോൾ അതൊക്കെ വലിയ രീതിയിൽ നമ്മുടെ ഭാഷയെയും അല്ലെങ്കിൽ നമ്മുടെ സാഹിത്യരചനയൊക്കെ അന്ന് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ വായന അത് പതുക്കെ നമ്മൾ ഓരോ കാലഘട്ടത്തിലും ഓരോ തരത്തിലെ വായനകളായിരിക്കുമല്ലോ. അത് തന്നെയല്ല, അന്ന് വായിച്ച പുസ്തകങ്ങൾ ഇന്ന് പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ പുനഃസന്ദർശിക്കുമ്പോഴാണ് അന്ന് വായിച്ച പുസ്തകങ്ങളേ അല്ലായിരുന്നു അത്. പുതിയ രീതിയിലുള്ള ചില അർത്ഥങ്ങളും മാനങ്ങളുള്ള പുസ്തകങ്ങളാണ് നമുക്ക് മനസ്സിലാവുക. അതിനെ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ജീവിതമാണ്. ഒരുപാട് വർഷങ്ങൾ നീണ്ട ഒരു ജീവിതം കടന്നുപോയിട്ട് അതേ മനുഷ്യരായിട്ടല്ല നമ്മൾ ആ പുസ്തകം വായിക്കുന്നത്. ചില പുസ്തകങ്ങൾ വായിക്കാൻ അത്തരം സമയങ്ങളും സന്ദർഭങ്ങളും ആവശ്യമുണ്ട്. തുടക്കത്തിൽ നമ്മൾ ആദ്യത്തെ ഒരു 20 വയസ്സിൽ വായിച്ച ആരോഗ്യനികേതനല്ല 50 വയസ്സ് കഴിഞ്ഞ് വായിക്കുന്ന ആരോഗ്യനികേതനം. അതിന് വലിയ മാറ്റങ്ങൾ വരും.
അപ്പോൾ അതുകൊണ്ട് ചില രചനകളെങ്കിലും വലിയ രീതിയിൽ വലിയ കാലയളവിന് ശേഷം പുനഃസന്ദർശിക്കണം എന്നുള്ള അതാണ് ക്ലാസിക്കിൻ്റെ ഗുണം. ക്ലാസിക്കുകൾ വീണ്ടും വീണ്ടും വായിക്കണമെന്ന് പറയും. കഴിഞ്ഞ കൊല്ലം ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് സുന്ദരികളും സുന്ദരന്മാരും വീണ്ടും വായിക്കാനുള്ള ഒരു അവസരം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു തരം വായനയുണ്ട്. പിന്നീട് ഡിഗ്രിയൊക്കെ പഠിക്കുന്ന കാലത്താണ് ഞാൻ ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ വായിക്കാനായിട്ട് തുടങ്ങിയത്. അന്ന് നമുക്ക് അത് കുറച്ച് പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു. പതുക്കെ പതുക്കെ വായിച്ച് അങ്ങനെ ഒരു ലോക സാഹിത്യത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം കിട്ടി. അപ്പോൾ അന്ന് കാലത്ത് ഞങ്ങൾ 89-90 ഡിഗ്രി കഴിയുന്നത്. ആ സമയത്ത് തന്നെ എനിക്ക് ഭാഗ്യത്തിന് ജോലിയും കിട്ടി. അപ്പോൾ എനിക്ക് പുസ്തകങ്ങൾ വാങ്ങാനുള്ള സൗകര്യം ലഭിച്ചു. അപ്പോൾ ഞാൻ അന്ന് ചെയ്തിരുന്ന ഒരു കാര്യം, അന്ന് ഇഷ്ടപ്പെടുന്ന ഗ്രന്ഥകർത്താക്കളുടെ എല്ലാ പുസ്തകങ്ങളും വായിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസ്, അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുക, പിന്നീട് വായിക്കുക. അക്കാലത്ത് വായിച്ചിരുന്നത് കുന്തേര, കാൽവിനോ അങ്ങനെയുള്ള എഴുത്തുകാരെയൊക്കെ നമ്മൾ മിക്കവാറും എല്ലാ പുസ്തകങ്ങളും വായിക്കുക എന്ന് വിചാരിച്ചിട്ട് കുറേയൊക്കെ വായിക്കും. പിന്നീട് ഓർഹാൻ പാമുക്ക് വന്നിട്ടുണ്ട്, കാഷിയോ ഷിഗറോ, അങ്ങനെ പല എഴുത്തുകാരെയും സ്ഥിരം വായിക്കുകയും അത് പിൽക്കാലത്ത് നമ്മുടെ എഴുത്ത് ജീവിതത്തെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. എപ്പോഴും എഴുത്തിൻ്റെ ഒപ്പം വായന കൊണ്ടുപോകണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഈ വായനയിൽ നിന്ന് ഉദ്ദീപിക്കപ്പെട്ടിട്ടാണ് നമ്മൾ എഴുത്തിലേക്ക് മുന്നേറുന്നത്. നമ്മൾ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പുതിയ കാലത്തെ പറ്റിയും പുതിയ രചനാരീതികളെ പറ്റിയും മനസ്സിലാക്കും. തന്നെയല്ല, നമ്മളൊരു നല്ല പുസ്തകം വായിക്കുമ്പോൾ അതിലെ പ്രത്യേക സന്ദർഭത്തിൽ വെച്ച് പുതിയൊരു രചനയിലേക്ക് നമുക്ക് ഒരു ഊന്നൽ കിട്ടും. പല അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ഒരു പ്രായം, ഒരു മധ്യവയസ്സൊക്കെ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ചില രചനകളുമായി ബന്ധപ്പെട്ട വായനകളാണ് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുക. അപ്പോൾ അതിനാവശ്യമുള്ള പുസ്തകങ്ങൾ അത് ചിലപ്പോൾ മിക്കവാറും ഫിക്ഷൻ ആവണമെന്നില്ല, നോൺ ഫിക്ഷൻ ആയിരിക്കും, അതിനോട് ബന്ധപ്പെട്ട ചരിത്ര പുസ്തകങ്ങളായിരിക്കാം, ഒട്ടും ആളുകൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില രചനകൾ. ഞാനിപ്പോൾ ഏറ്റവും സമീപകാലത്ത് ഇറങ്ങിയ തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന നോവലിലെ 3 വിഷയങ്ങളാണ് വരുന്നത്. ഒന്നാമത്തെ വിഷയം ഒരാളുടെ പാപബോധമാണ്. അത് അയാളുടെ വായനയിലൂടെയും അല്ലെങ്കിൽ ജീവിത സന്ദർഭങ്ങളിലൂടെയും ഒരാൾക്കത് എഴുതാൻ സാധിക്കും. രണ്ടാമത്തെ അതിലൊരു തീം അഭയാർത്ഥി പ്രശ്നമാണ്. തീർച്ചയായിട്ടും അഭയാർത്ഥി പ്രശ്നങ്ങൾ നമ്മൾ ഒരുപാട് വായിക്കുകയും അതിനെപ്പറ്റി മനസ്സിലാക്കുകയും പല ക്യാമ്പുകളിലൊക്കെ പോയി അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതൊരു ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. മൂന്നാമത്തെ അതിൽ വരുന്നത് ഗൂഢലിപികളാണ്. വായിക്കപ്പെടാതെ പോയ ചില സാംസ്കാരിക സന്ദർഭങ്ങൾ, ഇപ്പോൾ നാഗരികതകൾ, സൈന്ധവ ലിപികൾ, ഇനിയും വായിക്കപ്പെട്ടിട്ടില്ലാത്ത ഈ ലിപികളെ പറ്റിയിട്ടുള്ള പഠനം, നിഗൂഢലിപി ഉപയോഗിക്കുന്ന ഒരു കഥാപാത്രം ഇതിലുണ്ട്. അതിനുവേണ്ടി ഞാൻ ബന്ധപ്പെട്ട ചില പുസ്തകങ്ങൾ, ഹാരപ്പൻ സിവിലൈസേഷനെ പറ്റിയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ, അത് പലതും തുടക്ക പുസ്തകങ്ങളാവാൻ, ചിലത് ഇർഫാൻ ഹബീബിനെ പോലെയൊക്കെയുള്ള ആളുകളുടെ പുസ്തകങ്ങൾ, റോമില ഥാപ്പർ അതിൽ എഴുതിയിട്ടുള്ള ചില പുസ്തകങ്ങൾ, അങ്ങനെ ബന്ധപ്പെട്ട കുറേ പുസ്തകങ്ങളും ഭാഗങ്ങളും ഇങ്ങനെ നിരന്തരം വായിക്കുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിന് ഡൽഹിയിലെ നാഷണൽ മ്യൂസിയത്തിൽ അതിനൊരു സെക്ഷൻ തന്നെയുണ്ട്. ഈ സെക്ഷനിൽ പോയി അത് പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കോഡുകളെ പറ്റിയിട്ടുള്ള ഒരു രാമൺ സിംഗ് എന്ന് പറയുന്ന ഒരാളുടെ പുസ്തകം എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് നോവലിസ്റ്റ് പ്രവീൺ ചന്ദനാണത്, അദ്ദേഹം തരികയുണ്ടായി. തികച്ചും ഭിന്നമായിട്ടുള്ള ചില രചനകൾ നമ്മൾ വായിക്കേണ്ടി വരും, ചരിത്ര പുസ്തകങ്ങൾ വായിക്കേണ്ടി വരും. അപ്പോൾ എഴുത്തുകാരനെ പ്രത്യേകിച്ച് ഒരു ഫിക്ഷൻ റൈറ്റർക്ക് ഒന്നും അന്യമായിട്ടുള്ള വിഷയങ്ങളല്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെയാണെങ്കിൽ തന്നെ നമ്മുടേതായിട്ടുള്ള കൗതുകത്തിനും താല്പര്യത്തിനും വേണ്ടി ചില രചനകളും വായിക്കാറുണ്ട്. അത് മിക്കവാറും ഫിക്ഷൻ വായിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. കഥകൾ അല്ലെങ്കിൽ നോവലൊക്കെ. കഴിഞ്ഞ വർഷം ഞാൻ ശ്രദ്ധയായിട്ട് വായിച്ച ചില പുസ്തകങ്ങൾ, ബുക്കർ സമ്മാനം കിട്ടിയിട്ടുള്ള ഒരു കൈറോസ് എന്നുള്ള പുസ്തകം വായിച്ചു. ചെറിയ ഒരു 10-200 പേജ് മാത്രമുള്ളൊരു ജർമ്മൻ പുസ്തകമാണത്. പിന്നെ അതുകൂടാതെ തന്നെ റിവർ സൈഡ്, സാൽവദോർ അർമാഡോ എന്ന് പറയുന്ന ആ പുസ്തകത്തിൻ്റെ പേര് വായിക്കേണ്ടായി. മലയാളത്തിൽ ഞാൻ പട്ടുനൂൽപ്പുഴു ഹരീഷിൻ്റെ പുസ്തകം വായിച്ചു. ആത്രേയകം, ദേഹം, അതുപോലെ തന്നെ ഷാജികുമാറിൻ്റെ മരണവംശം, ഈ പുസ്തകങ്ങളൊക്കെ വായിക്കേണ്ടായി. അപ്പോൾ വായന നമ്മുടെ ജീവിതത്തിലൊരു ഭാഗം പോലെ ഇങ്ങനെ തുടർന്നു പോകുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട പല പദ്ധതികളും പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ ആശിച്ചത്ര വായിക്കാനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ള ഒരു ഖേദം കൂടി ഇതിൻ്റെ ഒപ്പം ഉണ്ട്. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ അൻവർ അലി. വായനയുടെ ഒരു വ്യക്തിപരമായ ചരിത്രത്തിൻ്റെ പിറകിലേക്ക് പോകുമ്പോൾ അവ്യക്തമായ ഓർമ്മകളുടെ ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ നമുക്ക്. അവ്യക്തമായ ഓർമ്മകളുള്ള ഒരു വായന എന്ന് പറയുന്നത്, ഞാൻ ഈ ചിറയൻകീഴ് നാട്ടിൻപുറത്തുള്ള എൻ്റെ ഉമ്മയുടെ കുടുംബത്തിൽ കൊച്ചുമ്മമാരുടെ ഇടയിൽ കിടന്ന് വളർന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ കൊച്ചുമ്മ വായിക്കുന്ന മുഴുവനും ഡിറ്റക്റ്റീവ് നോവലുകളായിരുന്നു. തൊട്ടടുത്തൊരു കുന്തളൂർ ദേശീയ ഗ്രന്ഥശാല എന്നൊരു ഗ്രന്ഥശാലയുണ്ട്. അവിടെ നിന്ന് കൊണ്ടുവരുന്ന ഹിറ്റ്ലറുടെ തലയോടെ നിർന്ന പുസ്തകമാണ് ആദ്യത്തെ ഒരു ഓർമ്മയുള്ള. ഒരു കൊച്ചുമ്മ ഇതിങ്ങനെ വായിക്കും, ഉറച്ചു വായിക്കും. അപ്പോൾ എനിക്ക് പേടിയാവും. പേടിക്കൊരു രസമുണ്ടല്ലോ ആ പ്രായത്തിൽ. ഇതാണ് വായനയുടെ ഒരു ആദ്യത്തെ ഓർമ്മ. അത് കഴിഞ്ഞ് ഏതാണ്ട് തൊട്ടടുത്ത
വർഷങ്ങളിൽ തന്നെ ഈ ഗ്രന്ഥശാലയിൽ നിന്ന് ഇവരൊക്കെ എടുത്തുകൊണ്ടിരുന്ന കുറച്ച് ലൈറ്റർ ബുക്കുകളൊക്കെ ആയിരിക്കും. പക്ഷെ അതിൽ ഒരു പുസ്തകം 8-9 വയസ്സുള്ളപ്പോൾ ഒരു ഫിക്ഷൻ ഞാൻ വായിച്ചപ്പം എനിക്ക് തോന്നി ഇത് നമ്മൾ സാധാരണ വായിക്കുന്ന പോലെ അല്ലല്ലോ. പിൽക്കാലത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒരു മോഡേണിസ്റ്റ് നോവലായിരുന്നു. അതെനിക്ക് സേതുവിൻ്റെ പാണ്ഡവരോ മറ്റോ ആ ടൈപ്പ് ഒരു നോവലായിരുന്നു. സേതുവിൻ്റെ ഒരു ശൈലിപ്പെട്ട നോവലാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഒരുപാട് കൊല്ലം കഴിഞ്ഞിട്ട് എൻ്റെ ഓർമ്മയാണ്. അപ്പം നമുക്ക് അന്ന് തന്നെ നമ്മുടെ വായനയിൽ ഒരു തെറിച്ച വശം ഉണ്ടായിരുന്നു. കോമൺ മാൻ ലോജിക്കിലുള്ള വായന ആയിരുന്നില്ല കുഞ്ഞുനാൾ മുതൽ എന്നുള്ള തെളിവാണത്. പിന്നെ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും സ്കൂളിലെ പാഠപുസ്തകങ്ങളിൽ ഉള്ള കവിതകളായിരുന്നു പിന്നെ ഒരു വലിയ ക്രൈസ് എന്ന് പറയുന്നത്. കാര്യം എൻ്റെ വീട്ടിലങ്ങനെ ഒരുപാട് കവിതാ പുസ്തകമൊന്നുമില്ല. വാപ്പാക്കൊക്കെ ചെറിയ പാട്ട്, ONVയുടെയൊക്കെ പാട്ട്, കുറച്ച് ചെറിയ വായന, പ്രോസ് വായനയൊക്കെ ഉണ്ടായിരുന്നുള്ളതല്ലാതെ പുസ്തകത്തിൻ്റെ പുറകുള്ള കവിതകൾ ഭയങ്കരമായിട്ട് ഫാസിനേറ്റഡ് ആവാൻ തുടങ്ങി. ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്കും. അപ്പോൾ ഞാനൊരു 5ാം ക്ലാസ് മുതൽ പാഠപുസ്തകത്തിലെ കവിത മുഴുവനും സ്കൂൾ തുറക്കുമ്പോൾ തന്നെ മുഴുവൻ പഠിച്ചിരിക്കും, കാണാതറിയാം. അതെങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞു. ഞാനത് പുസ്തകം കിട്ടിയാൽ ഉടനെ ഇത് മുഴുവൻ അങ്ങ് വായിക്കും. വായിച്ചു കഴിഞ്ഞാൽ മിക്കവാറും സ്കൂളിൽ ചെല്ലുമ്പോൾ അർത്ഥമൊന്നും അറിയണമെന്നില്ല. അങ്ങനെയാണ് എൻ്റെ കവിതാ വായനയുടെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ഇതിലാണ് എൻ്റെ ടേസ്റ്റ് എന്നുള്ളത്, ആരും പറയാതെ. 9ലും 10ലും ഒക്കെ പഠിക്കുമ്പോൾ പാഠപുസ്തകത്തിലുള്ള കവിതകൾ ക്ലാസ്സിലെടുക്കുന്നതിന് മുമ്പ് മുഴുവൻ എനിക്ക് അറിയാമായിരിക്കും. പക്ഷേ വരികൾ അറിയാമായിരിക്കും. ഇപ്പം ഉദാഹരണത്തിന് അരുവാങ്ങുമെന്ന പിന്നെ ചങ്ങമ്പുഴയുടെ ഭാഗം, അതുപോലെ ജലസേചനം എന്ന വൈലോപ്പിള്ളിയുടെ കവിത, പിന്നെ കിളിപ്പാട്ടിലുള്ള പല ഭാഗങ്ങളും. ഒന്നാമത് ഞാൻ ഒരു തിരുവനന്തപുരത്ത് ഒരു മുസ്ലിം കുടുംബത്തിൽ, ഒരു അർബൻ കമ്മ്യൂണിസ്റ്റ് മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ആളാണ്. ഞങ്ങളുടെ വീട്ടിൽ സാധാരണ തിരുവനന്തപുരത്തൊക്കെയുള്ള ഹൈന്ദവ കുടുംബങ്ങളെ പോലത്തെ രാമായണന്മാരുടെ പാരമ്പര്യമൊന്നുമില്ല. കിളിപ്പാട്ടിനുമായിട്ട് ബന്ധപ്പെട്ടൊരു പാരമ്പര്യമൊന്നും നമുക്കില്ല. പാഠപുസ്തകത്തിലെ കവിത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് എഴുതുമ്പോൾ എൻ്റെ കിളിപ്പാട്ട് വേറെയായി. ഏതായാലും പിന്നീട് ഞാനും ഒരു 9ലൊക്കെ പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങി. അതിനൊരു കാരണം ഈ സോവിയറ്റ് യൂണിയനിൽ നിന്ന് വരുന്ന സാഹിത്യം, അത് ഭയങ്കര ഫാസിനേഷൻ ഉണ്ട്. അങ്ങനെ ചിത്രങ്ങൾ ഉൾപ്പെടെയൊക്കെയാണ് വരുന്നത്. ഞാൻ കൽപ്പിക്കുന്നു, വളമിനിച്ചിരിക്കുന്നു, അങ്ങനെ അത് മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ കിട്ടും. പിന്നെ ഞാൻ ചെയ്യുന്നത് പബ്ലിക് ലൈബ്രറിയിലുള്ള റഷ്യൻ പുസ്തകങ്ങൾ മുഴുവൻ വായിച്ചു. എനിക്കിനിപ്പോൾ ആലോചിക്കുമ്പോൾ അത്ഭുതമാണ്. 10ാം ക്ലാസ്സിൽ അവധിക്ക് ഞാൻ ഡെസ്റ്റോവ്സ്കിയും ചുവന്ന് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ പാപ്പ എന്ന് ചോദിച്ചു, ഇതിപ്പോൾ വായിച്ചാൽ എനിക്ക് മനസ്സിലാവും എന്നൊക്കെ ചോദിച്ചു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ബ്രദേഴ്സ് കാരമസോ സഹോദരന്മാർ, ദാമോദരൻ്റെ പ്രവർത്തനം, അതൊരു ഒറ്റ സ്ട്രെച്ചിനാണ് ഞാൻ വായിക്കുന്നത്. ഡെസ്റ്റോവ്സ്കി വായിച്ചതിന് മുമ്പും വായിച്ചതിന് ശേഷം എന്ന് പറയുന്ന ഒരു 2 മനുഷ്യരായിരിക്കും നമ്മൾ. അതുകൊണ്ട് ഞാൻ വളരെ ഗൗരവമുള്ളൊരു മനുഷ്യനായിട്ട് മാറി. ഈ ബ്രദേഴ്സ് കാരമസോ വായിക്കുന്നതോടുകൂടി കുട്ടിത്തൊക്കെ അങ്ങ് പോയി. ജീവിതം വളരെ ദാർശനികമായ പ്രശ്നമാണെന്ന് തോന്നൽ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ തിരിച്ച് വീണ്ടും ലൈബ്രറിയിൽ പോയിട്ട്, അപ്പോൾ ഡെസ്റ്റോവ്സ്കി അവിടെ ആകെപ്പാടെ 2-3 നോവലേ ഉള്ളൂ. പക്ഷെ അപ്പം ടോൾസ്റ്റോയ് ഉണ്ട്, പിന്നെ മാക്സിം ഗോർക്കിയാണ് മുഴുവൻ. മാക്സിം ഗോർക്കി മുഴുവൻ വായിച്ചു. എന്തായാലും പബ്ലിക് ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന റഷ്യൻ പുസ്തകങ്ങൾ മുഴുവനും വായിച്ചു. അപ്പോഴാണ് എനിക്ക് എൻ്റെ അടുത്ത് ആരോ പറഞ്ഞു തന്നു, ഇവിടെ സോവിയറ്റ് കൾച്ചർ സെൻ്റർ എന്നൊരു സ്ഥലമുണ്ട്, അവിടെ പോയാൽ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ. അവിടെ പോയി ചോദിച്ചു ഒരു ദിവസം. അവർ കരുതി വായിച്ചോളാൻ പറ്റും, മെമ്പർഷിപ്പില്ലാതെ വായിച്ചുകൂടെ അവിടെ. പക്ഷേ കുട്ടി വന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഞാൻ ആർട്സ് കോളേജിൽ നിന്നൊക്കെ വരുമ്പോൾ അവിടെ ഇറങ്ങി ഇന്ന് വായിക്കാം. പിന്നെ PK രാജശേഖരനും ഞാനും കൂടെയാണ് പിന്നീട് ഞങ്ങളൊരു മത്സര വായനയുടെ ഒരു കാലമുണ്ട്. അതായത് ഒരു സംഭവം ഞാൻ പറയാം. ഞങ്ങൾ BAക്ക് ജോയിൻ ചെയ്ത സമയത്ത് AKI സെൻ്ററിലെ ലൈബ്രറി, അവിടെ വെച്ചിട്ട് അവിടുത്തെ ലൈബ്രറി ഫോം ചെയ്യാനായിട്ട് ഗോപിനാഥ് മാവുങ്കൽ മാഷ് എന്നൊരു കക്ഷി ഉണ്ടായിരുന്നു. കക്ഷിയെ ചുമതലപ്പെടുത്തി. കക്ഷി പഴയ ലൈബ്രറിയാണ്. അദ്ദേഹം ഈ ബുക്കുകൾക്ക് നമ്പർ ഇടാൻ വേണ്ടിയിട്ട് ഒരാളെ തപ്പി വന്നപ്പോൾ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള പിൽക്കാലത്ത് ഫൈനാൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു സജിത്തിന് ആരോ പറഞ്ഞു കൊടുത്തു. സജിത്ത് ബുക്കിന് ഇങ്ങനെ നല്ല കാലിഗ്രാഫിക്കായിട്ട് നമ്പർ ഇടാൻ വേണ്ടി സജിത്തിനെ വിളിച്ചു. കൂട്ടത്തിൽ സജിത്തിൻ്റെ അടുത്ത് മാവുങ്കൽ മാഷ് പറഞ്ഞ് പുസ്തകം ഷോർട്ട് ചെയ്യാനും കൂടെ ആരെങ്കിലും കിട്ടിയാൽ കൊള്ളാം, അവർക്ക് ഊണ് വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഉച്ചയ്ക്ക് ഊണ് കിട്ടുമല്ലോ, അതുകൊണ്ട് അവിടെ ചെറിയ ക്യാൻറ്റീനൊക്കെയാണ്. ഞാൻ രാജശേഖരനും കൂടെ ഷോർട്ട് ചെയ്യാൻ പോകും. രാവിലെ തൊട്ട് വായനയാണ്. അപ്പോൾ എൻ്റെ 10 ഇരട്ടി സ്പീഡായി രാജശേഖരന് വായിക്കാനായിട്ട്. ഞങ്ങൾ മത്സരിച്ച് വായിക്കും. അപ്പം അങ്ങനെയാണ് ഞാനും വിഭൂതിഭൂഷൺ ബംഗാളി സാഹിത്യം വായിക്കുന്ന അപ്പോഴാണ്. ബംഗാളി മലയാളം ട്രാൻസ്ലേഷൻസ്, വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായ, താരാശങ്കർ ബന്ദോപാധ്യായ, അങ്ങനെ ആ സീരീസ് വരുന്ന അതെല്ലാം വായിക്കുന്ന അവിടെ വെച്ചാണ്. എനിക്ക് നല്ല ഓർമ്മയുള്ളത് പഥേർ പാഞ്ചാലി ഞാൻ രാജശേഖരനോട് മത്സരിച്ച് വായിക്കുന്ന ഓർമ്മയാണ്. ഒരുപക്ഷെ എൻ്റെ ഫിക്ഷൻ വായനയെ ഒരുപാട് സ്വാധീനിച്ചു വന്ന രാജശേഖരനാണ്. കാര്യം ഇത് പീഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ മുകുന്ദനൊക്കെ എനിക്ക് തരുന്നത് രാജശേഖരനാണ്. അപ്പോൾ അസ്തിത്വവാദപരമായ മോഡേണിസത്തിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. അതുപോലെ സച്ചിദാനന്ദൻ്റെ പുസ്തകം ഞാൻ ആദ്യം കാണുന്നത് ഏതോ ഒരു വേസ്റ്റ് പൊതിഞ്ഞുകൊണ്ട് വന്ന് കുറേ പേപ്പറുകളുണ്ടായിരുന്നു. അതൊരു പുസ്തകത്തിൻ്റെ വേസ്റ്റ് ആയിരുന്നു. അത് സച്ചിദാനന്ദൻ്റെ പീഡനകാലം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ വേസ്റ്റ് കട, അത് ഓർഡറിൽ കട്ട് ചെയ്ത് ബുക്കാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുറേക്കാലം എൻ്റെ ഉണ്ടായിരുന്നു. അതാണ് ആദ്യം വായിക്കുന്നത്. കടമ്മനിട്ടയുടെ കുറത്തിയൊക്കെ അന്ന് വളരെ ആരും കാണാത്തൊരു ജേണലിൽ അച്ചടിച്ചു വേണം, അത് വായിക്കുന്നു. അതുപോലെ അതേ സമയം തന്നെ ഇംഗ്ലീഷ് ഭാഷ നന്നാവണമെന്ന് എൻ്റെ ഫാദറൊക്കെ പറഞ്ഞിട്ട് വെസ്റ്റേൺ പൾപ്പുകൾ വായിക്കാം, ഇംഗ്ലീഷ് ഭാഷ നന്നാക്കും. പിന്നുള്ളൊരു വായനയുടെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് നടക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുമ്പോഴത്തേക്ക് നരേന്ദ്രപ്രസാദ് സാർ ഞങ്ങളുടെയൊക്കെ അധ്യാപകനാണ്. സാറ് കവിത എഴുതുന്ന ഒരു കവിത വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ലൈബ്രറിയിൽ നിന്ന് സിൽവിയ പ്ലാത്ത് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള കവിത എടുത്തു തരും. സോണറ്റ് വായിക്കാൻ എന്നെ പഠിപ്പിച്ചു സാർ. സോണറ്റിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു തന്നു. ഷേക്സ്പിയറുടെ നാടകം സാർ ചെയ്യാൻ നേരത്ത് സാറിൻ്റെ സ്ഥിര അസിസ്റ്റൻറ്റിനെ മാറ്റിയിട്ട് എന്നെ അസിസ്റ്റൻ്റ് ആക്കി. എന്നിട്ട് പറഞ്ഞ് എല്ലാ ദിവസവും 2 പേജ് ട്രാൻസ്ലേറ്റ് കൊണ്ട് പോകണം.
പഴയ ട്രാൻസ്ലേഷൻസ് ഒന്നും കൊള്ളൂല. മാക്ബത്താണ്. എനിക്ക് ഓൾഡ് ഇംഗ്ലീഷ് അല്ല, പുതിയ ഇംഗ്ലീഷ് തന്നെ അറിഞ്ഞൂടാ. അപ്പം ഞാൻ കുത്തിയിരുന്ന് അര പേജൊക്കെ ചെയ്യും, ബാക്കി സാറ് ചിരിച്ചുകൊണ്ട് ബാക്കി സ്പോട്ടിൽ ചെയ്യും. പക്ഷെ അങ്ങനെ ഞാൻ ഓൾഡ് ഇംഗ്ലീഷിൽ വായിക്കാൻ പഠിക്കുന്നു. നമ്മളെ പഠിപ്പിക്കുകയാണെന്ന് തോന്നിക്കാതെ വായിക്കാൻ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകരുടെ നിര കാലത്തുണ്ട്. പിന്നെ ചിലരുടെ പ്രസൻസ് തന്നെ നമ്മളെ വായിക്കാൻ പഠിപ്പിക്കും. പണിക്കർ സാറൊക്കെ ആയിട്ട് സംസാരിക്കുന്നത് തന്നെ വായനയെ പ്രേരിപ്പിക്കും. പിന്നെ ഞങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ വായനയുടെ വലിയൊരു സംസ്കാരം ഉണ്ടായിരുന്നു. കോളേജിലല്ല ഞങ്ങൾ ഇരുന്നത്, ഇവിടുത്തെ താഴെയുള്ള ഒരു ബൊഗേൻവില്ലയുടെ ചോട്ടിലാണ് ഞങ്ങളുടെ സ്ഥിരം ഇരിപ്പ്. അതിനെക്കുറിച്ച് എൻ്റെ കവിത തന്നെയുണ്ട്. അങ്ങനെ കോളേജ് കാലത്ത് തന്നെയുള്ള ഒരു അൺലേണിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള വായന എന്ന് പറയാം. എല്ലാവരും ലേണിങ്ങിലല്ലേ വായിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ അധ്യാപകർ തന്നെ അതിനെ പുച്ഛിക്കുകയാണ് ചെയ്തത്. മോഡേണിസ്റ്റുകളുടെ ഒരു കുഴപ്പമായിരുന്നു. അങ്ങനെ അതുകൊണ്ട് പരന്നതും അരാജകവുമായ വായന എന്നുണ്ടായതാണ് ഞങ്ങളുടെയൊക്കെ എഴുത്ത്. പക്ഷേ കുട്ടികൾ കുറേ കൂടെ സ്ട്രീം ലൈൻ ചെയ്ത് വായിക്കേണ്ട കാലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അത്രത്തോളം ഇൻഫർമേഷനും ജ്ഞാനവും കലരുന്നൊരു കാലമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പുതിയ കുട്ടികൾ അൺലേണിങ്ങിന് വേണ്ടി ചെറുപ്പത്തിൽ വായിക്കാമെങ്കിലും ഒരു ഘട്ടം കഴിയുമ്പോഴെങ്കിലും അക്കാഡമിക് ആയിട്ടുള്ള ഒരു സ്ട്രീം ലൈൻ്റെ വായനയിലേക്ക് വരണമെന്നും എല്ലാ മനുഷ്യനും വായിക്കണമെന്നും ആണ് എൻ്റെ തോന്നൽ. എഴുത്തുകാരനും സാംസ്കാരിക വിമർശകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ NE സുധീർ. എൻ്റെ നാട്ടിൻപുറത്ത് എൻ്റെ വീടിൻ്റെ മുകളിൽ ഒരു ചെറിയ അലമാരയിൽ കുറേ പുസ്തകങ്ങൾ ഞാൻ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ കാണാറുണ്ടായിരുന്നു. പക്ഷേ ഏതോ ഒരു ദിവസം വെറുതെ ആ പത്തായത്തിൻ്റെ അവിടെ ഇങ്ങനെ കിടന്നിരിക്കുമ്പോൾ അതിലേതോ ഒരു പുസ്തകം എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ആ പുസ്തകം എടുത്ത് വായിച്ചു തുടങ്ങുകയും ചെയ്തതാണ് എൻ്റെ ആദ്യ വായനയുടെ ഒരു ഓർമ്മ എന്ന് പറയുന്നത്. ആ പുസ്തകത്തിൻ്റെ പേരെനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ നാളിതുവരെയായിട്ടും അത് ആരെഴുതിയതാണെന്ന് കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ആ പുസ്തകത്തിൻ്റെ പേര് സന്തുഷ്ട കുടുംബം എന്നായിരുന്നു. അതൊരു റഷ്യൻ ഒരു കഥയായിരുന്നു. ബാലസാഹിത്യമാണെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പോലും ഒരു റഷ്യൻ ഫാമിലിയുടെ കഥ പറയുന്നൊരു പുസ്തകമായിട്ടാണ് എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ നിലനിൽക്കുന്നത്. പിന്നീട് ഒരു വലിയ വായനയുടെ ഒരു സംരംഭത്തിലേക്ക് ഞാൻ വായനയുമായിട്ട് പിന്നെയും അടുക്കുന്നത് ഓർമ്മയിൽ വരുമ്പോൾ, ഞാൻ ഹൈസ്കൂളിൽ ഏതോ ഒരു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരിക്കൽ ഒരു ആനിവേഴ്സറി ദിവസത്തിൽ ഞങ്ങളൊരു നാടകമൊക്കെ കുട്ടികളൊരു നാടകമൊക്കെ പ്ലാൻ ചെയ്യുന്നതിനിടയിൽ ആ സ്കൂളിലെ മികച്ച കുട്ടികൾ എന്നുള്ള രീതിയിൽ 2 അവാർഡുകൾ പ്രഖ്യാപിക്കപ്പെടുകയാണ്. അപ്പോൾ അതിൽ ഒന്നാമൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര് പറയുകയും രണ്ടാമൻ എന്ന് പറഞ്ഞ് എൻ്റെ സഹപാഠിയായ ഒരു പെൺകുട്ടിയുടെ പേര് പറയുകയും ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ നമ്മൾ നാടകത്തിന് വേണ്ടി തയ്യാറൊക്കെ എടുക്കുന്നതിനിടയിലാണ് ഈ അനൗൺസ്മെൻറ്റ് വരുന്നത്. ആദ്യം 2ാം സ്ഥാനത്തിനുള്ള കുട്ടിക്കാണ് അവർ സമ്മാനം കൊടുത്തത്. അന്നത്തെ ഒരു കളക്ടറിൽ നിന്ന് ആ കുട്ടി സമ്മാനം വാങ്ങുന്നത് എനിക്ക് കാണാമായിരുന്നു. അവൾക്ക് കിട്ടിയതൊരു വലിയ ഒരു പാക്കറ്റായിരുന്നു. ഒന്നാമനായിട്ട് പിന്നീട് എന്നെ വിളിക്കുന്നു. ഞാൻ ചെല്ലുമ്പോൾ എനിക്കൊരു ചെറിയ പൊതി കിട്ടുന്നു. അപ്പോൾ എൻ്റെ ആ അന്നത്തെ ചെറുപ്പകാലത്തിൻ്റെ ഒരു ആദി എന്ന് പറയുന്നത് മിക്കവാറും സമ്മാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കാണും. 1ാം സമ്മാനമുള്ള ആൾക്ക് വലിയ പൊതിയും 2ാം സമ്മാനമുള്ളവർക്ക് ചെറിയ പൊതിയായിരിക്കും. അപ്പോൾ എനിക്ക് തരേണ്ടത് അവൾക്കും അവൾക്ക് കൊടുക്കേണ്ടത് എനിക്കുമായിരിക്കും എന്നൊരു സങ്കടത്തോടു കൂടി ഞാൻ നാടകത്തിൻ്റെ തിരക്കിലേക്ക് പോവുകയും രാത്രി വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴേക്ക് അതൊരു പുസ്തകമായിരുന്നു. ആ പുസ്തകം ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അതിന് പേര് ജീവിതങ്ങൾ ദർശനങ്ങൾ എന്നതായിരുന്നു. പാശ്ചാത്യ ദാർശനികരെ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകം. പക്ഷെ അത് എഴുതിയത് എനിക്ക് ഈ സമ്മാനം ഈ സമ്മാനം തന്ന എൻ്റെ ആ സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു എഴുത്തുകാരനാണെന്ന് എനിക്ക് അറിയ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിൽ അദ്ദേഹത്തിൻ്റെ പേര് PK ശ്രീധരൻ എന്ന് കാണുകയും പിന്നീട് ഞാൻ അന്വേഷിക്കുമ്പോഴാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള വായിച്ചപ്പോഴാണ് അദ്ദേഹം എൻ്റെ അധ്യാപകനാണെന്നും അദ്ദേഹം ഇങ്ങനെ പുസ്തകം എഴുതിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത്. ആ പുസ്തകം ഞാൻ അന്നോ അടുത്ത ദിവസമായിട്ട് കമ്പ് വായിക്കുന്നതാണ് എൻ്റെ വായനാ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഞാൻ കരുതുന്ന ഒരു വായനാ അനുഭവം. അത് പ്ലാറ്റോവും അരിസ്റ്റോട്ടലും തൊട്ടിങ്ങി അവസാനം ബർട്ടൺ റസ്സലും വരെയുള്ള വലിയ പാശ്ചാത്യ ദാർശനികന്മാരുടെ ജീവിതത്തെ വളരെ രസകരമായി അവരുടെ ജീവിതത്തെയും ദർശനത്തെയും പരിചയപ്പെടുത്തുന്ന ഒരു കൃതിയായിരുന്നു. ഇത് സത്യമായിട്ടും എൻ്റെ ആശയാന്വേഷണത്തിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരു കൃതിയാണെന്ന് ഞാൻ കരുതുന്നു. പിന്നീട് ഇങ്ങോട്ടുള്ള എൻ്റെ വായനയിലൊക്കെ എനിക്ക് ഏറ്റവും താല്പര്യം തോന്നിയിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ എൻ്റെ ചിന്തയെ, എൻ്റെ ആശയലോകത്തെ വിപുലപ്പെടുത്തുന്ന കൃതികൾ അന്വേഷിക്കുക എന്നുള്ളതായിരുന്നു. അത് നോവലുകളും കഥകളും വായിക്കുമ്പോഴും പോലും എനിക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും അതിൽ നിന്ന് ലഭിക്കണമെന്നൊരു ഷാഠ്യം എനിക്ക് വരികയും ചെയ്തു. പിന്നീടുള്ള വായനകളിലൊക്കെ ഇപ്പോൾ ഞാൻ പുസ്തകങ്ങളെ തേടുമ്പോൾ പോലും ഇതിൻ്റെ സ്വാധീനം എന്നിലുണ്ടെന്ന് ഞാൻ കരുതുന്നുണ്ട്. കാരണം നമ്മൾ വായനയെക്കുറിച്ച് എപ്പോഴും പറയാറുള്ളൊരു കാര്യം, നമ്മൾ ഒരു മനുഷ്യൻ അയാളുടെ വളരെ ജൈവികമായ ജീവിതം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ കാലമാണ്. ഒരുപക്ഷെ ഹ്രസ്വമായ ഒരു 10, 60, 70 വയസ്സ് ജീവിക്കുന്നതിനിടയിൽ വളരെ പരിമിതമായ അനുഭവങ്ങളെ നമുക്കുണ്ടാവുകയുള്ളൂ. പക്ഷെ വായനക്കാരൻ എന്ന നിലയിൽ എനിക്ക് ഞാനല്ലാത്ത പലതരം ജീവിതങ്ങളെ, പലതരം അനുഭവങ്ങളെ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും കഴിയും എന്നുള്ളൊരു സാധ്യതയാണ്. പിന്നീട് ഞാൻ ചില വായനകളിലൂടെ എനിക്ക് മഹത്തായ കൃതികളെന്ന് നമ്മൾ പറയുന്നില്ല, ക്ലാസിക് കൃതികളെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറയുന്നത്, ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച അതിനേക്കാൾ തീവ്രമായ ചില അനുഭവങ്ങൾ വായനയിലൂടെ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ള, എൻ്റെ വായനയിൽ ഏറ്റവും എന്നെ
നിരന്തരം എന്നെ അതിലേക്ക് ചെല്ലാൻ പ്രേരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട പുസ്തകമെന്ന് പറയുന്നത് താരാശങ്കർ ബന്ദോപാധ്യായയുടെ ആരോഗ്യനികേതനമാണ്. അത് ജീവിതത്തെയും മരണത്തെയും ഉൾക്കൊള്ളാൻ, ജീവിതത്തിൻ്റെ അർത്ഥത്തെ ഉൾക്കൊള്ളാൻ, മരണത്തിലൂടെ ജീവിതം എത്രമാത്രം പ്രസക്തമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ ഒക്കെ വളരെ ദാർശനികമായും വളരെ വൈയക്തികമായും ഒക്കെ ബോധ്യപ്പെടുത്തുന്ന ഒരു കൃതിയായിട്ട് ഞാൻ എപ്പോഴും കരുതാറുണ്ട്. ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു കൃതിയെക്കുറിച്ച് എനിക്ക് മലയാളത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ പറയാൻ കഴിയുമെന്ന് എനിക്ക് സംശയമുണ്ട്. അതുപോലെ ഡോൺ ക്വിയോട്ട്, ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തെ ഏത് തരത്തിലാണ് അതിനെ നേരിടേണ്ടത്, നമ്മളൊക്കെ ചില വേഷം കെട്ടുകളിലൂടെ കടന്നു പോകുന്നതിനെക്കുറിച്ച്, അതുപോലെ തന്നെ നമ്മുടെ വായന നമ്മളെ ഏതൊക്കെ രീതിയിൽ വക്രീകൃതമായ ജീവിതത്തെ മാറ്റിയെടുക്കാം എന്ന് പറയുന്ന തോന്നലുകൾ, ഇതൊക്കെ ഉണ്ടാക്കിയ മറ്റൊരു വായനയാണ് സെർവാൻഡസിൻ്റെ ഡോൺ ക്വിയോട്ട്. പക്ഷേ ഈ ദാർശനികമായ അന്വേഷണങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെയും അതിനിടയിൽ തളരുകയും വൈജ്ഞാനികമെന്ന് നമുക്ക് പറയാവുന്ന ഗ്രന്ഥങ്ങൾ, ഫിലോസഫിക്കൽ ഗ്രന്ഥങ്ങൾ ഇതൊക്കെ വായിക്കുകയും അടിസ്ഥാനപരമായിട്ട് ജീവിതത്തെ മനസ്സിലാക്കുക എന്ന് പറയുമ്പം അത് ശാസ്ത്രത്തെ മനസ്സിലാക്കണമെന്ന് തിരിച്ചറിയുക, നമ്മളെ ആശയ സംവേദനം നടക്കുവാൻ കഴിയുന്ന ഒരു പ്രാപ്തി നമുക്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിലൂടെ അതിലൂടെയാണ് മനുഷ്യൻ സംസ്കാരം എന്ന് പറയുന്നതിലേക്ക് എത്തിയത്. നമ്മളെ മറ്റു ജീവികളിൽ നിന്നും വേറിട്ടൊന്നാക്കി മാറ്റുന്നത് സംസ്കാരമാണെന്ന് തിരിച്ചറിയുകയൊക്കെ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള പഠനങ്ങൾ, മാനവ കുലം എങ്ങനെയാണ് കടന്നു വന്നത് എന്നുള്ള അന്വേഷണങ്ങൾ. ഒരുപക്ഷെ എൻ്റെ മേശപ്പുറത്ത് അന്നും ഇന്നും നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട പുസ്തകം മാർക്കസ് ഒറീലിയാസിൻ്റെ മെഡിറ്റേഷൻസ് എന്ന് പറയുന്ന ഒരു കൃതിയാണ്. അത് 2-ാം നൂറ്റാണ്ടിലെ ഒരു റോമാ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യകാലത്ത്, അദ്ദേഹം വലിയ റോമാ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും ഔന്നത്യത്തിലേക്ക് വരുത്തിയ ആ ചക്രവർത്തി, അദ്ദേഹം ഒരു വലിയ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ, വിജയലാളിതനായി തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. ഈ തിരിഞ്ഞു നോട്ടത്തിലൂടെ അദ്ദേഹം ജീവിതത്തിൻ്റെ ക്ലേശങ്ങളെയും ജീവിതത്തിൻ്റെ അനുഭവങ്ങളെയും ജീവിതം എന്താണെന്നുള്ള കണ്ടെത്തുകയാണ്. പക്ഷെ അന്ന് എഴുതി വെച്ചത് ഇന്നും ഇന്നത്തെ കാലത്തെ മനുഷ്യനും അത് വായിക്കാനും അതിൽ നിന്ന് ഊർജ്ജം കൊള്ളാനും അത് നമ്മുടെ ജീവിതത്തെ കുറെ കൂടി ആധികാരികമാക്കാനും ബലപ്പെടുത്താനും കഴിഞ്ഞു എന്നുള്ളത് എപ്പോഴും ഞാൻ ഓർക്കുന്നൊരു കാര്യമാണ്. അതിനകത്തെ ആദ്യ ഭാഗത്ത് തന്നെ ഒരു ഭാഗമുണ്ട്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പുറം ലോകത്തേക്ക് പുറപ്പെടുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമെന്ന് അദ്ദേഹം പറയുന്നത്, ഞാൻ ഏകദേശം ഓർമ്മയിൽ നിന്ന് പറയുകയാണ്, നിങ്ങൾ ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും മോശപ്പെട്ട മനുഷ്യരെ, കള്ളന്മാരെ, വേശ്യകളെ, കുറ്റവാളികളെ, കൊലപാതകികളെ, എല്ലാ തരത്തിലുമുള്ള നമ്മുടെ ഭാവനയിലും നമ്മുടെ അനുഭവത്തിലും അറിഞ്ഞിട്ടുള്ള എല്ലാ തരത്തിലും മോശപ്പെട്ട മനുഷ്യരെ കാണാനിടയുണ്ട് എന്ന തോന്നലോടുകൂടിയാണ് നിങ്ങൾ ഓരോ ദിവസവും പുറത്തേക്ക് ഇറങ്ങേണ്ടത് എന്ന്. അത് നിങ്ങൾക്ക് തരുന്നൊരു പ്രൊട്ടക്ഷനുണ്ട്. അതിലുപരിയായി അദ്ദേഹം അതിൻ്റെ കൂടെ ചേർത്ത് വെക്കുന്നൊരു വായനയുണ്ട്. അവരങ്ങനെ ആകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ ആയവരല്ല എന്ന തിരിച്ചറിവുണ്ടാവണമെന്ന്. അത് തരുന്നൊരു വലിയ സന്ദേശമുണ്ട്. നമ്മൾ കാണുന്ന കൊലയാളി, നമ്മൾ കാണുന്ന കുറ്റക്കാരൻ, നമ്മൾ കാണുന്ന മോശപ്പെട്ട മനുഷ്യൻ, അവൻ മോശപ്പെടാൻ ഇടയാക്കിയ സാമൂഹിക സാഹചര്യങ്ങൾ, സമ്മർദ്ദങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, അത് ഉൾക്കൊണ്ടുകൊണ്ട് അയാളെ കാണാനും മനസ്സിലാക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തോട് അവരെ കൂടി ചേർത്ത് നിർത്താൻ കഴിയും. അപ്പം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ല എന്ന വലിയ ഒരു തിരിച്ചറിവ് ആ കൃതി എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ വായനയിലൂടെ കടന്നു പോകുമ്പം അതെന്തുകൊണ്ട് വായന മനുഷ്യൻ്റെ കൂടെ എത്തി, മനുഷ്യൻ എന്തിനാണ് വായനയെ തേടിപ്പോയത് എന്നൊക്കെ അന്വേഷിക്കാറുണ്ട്. വ്യക്തിപരമായിട്ട് കുറേ പുസ്തകങ്ങൾ ഇല്ലെങ്കിൽ എന്നെ സ്വാധീനിച്ച പുസ്തകങ്ങൾ എന്ന് പറയുന്നതിനോട് എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ല. കാരണം എപ്പോഴും പുതിയ പുസ്തകങ്ങൾ, പുതിയ ആശയങ്ങൾ കണ്ടെത്തുക, അതിൻ്റെ കൂടെ പോവുക എന്ന് പറയുന്നതാണ്. കാലം മാറുന്നതിനനുസരിച്ച് ജീവിതം മാറുന്നുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മനുഷ്യരുടെ ആദിയല്ല, അവൻ്റെ പ്രശ്നങ്ങളല്ല, അവൻ്റെ സന്തോഷങ്ങളല്ല 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന എനിക്കുണ്ടാവുന്നത് അല്ലെങ്കിൽ പുതിയ തലമുറക്കുണ്ടാവുന്നത്. അപ്പോൾ അതിനനുസരിച്ച് സാഹിത്യ ബോധങ്ങളും ഇതുപോലെ മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരായ ഇ. സന്തോഷ് കുമാർ, അൻവർ അലി, എന്നീ സുധീർ എന്നിവർ പങ്കെടുത്ത എന്റെ വാക്ക് എന്റെ വായന എന്ന പരിപാടിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇന്നത്തെ സാഹിത്യരംഗം സമാപിക്കുന്നു.